أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, മുതഅല്ലിമുകളെ, സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ബാച്ച് 32ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. അൽഹംദുലില്ലാഹ്, സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ബഖറ, സൂറത്തു ആലി ഇംറാൻ, 3 സൂറത്തുകൾ. അതിൽ സൂറത്തു ആലി ഇംറാൻ ഇന്നത്തെ ക്ലാസ്സോടുകൂടി ഇൻഷാ അള്ളാഹ് അവസാനിക്കുകയാണ്. വലിയ 2 സൂറത്തുകൾ, സൂറത്തുൽ ബഖറ, സൂറത്തു ആലി ഇംറാൻ നമ്മൾ ഓതി. ഉമ്മുൽ ഖുർആൻ നമ്മൾ പഠിച്ചു. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം, പരിശുദ്ധ ഖുർആൻ അത് എങ്ങനെയെങ്കിലും ഓതിപ്പോകാൻ പറ്റുന്നതല്ല എന്നും പ്രത്യേകമായ നിയമങ്ങളും വിഷയങ്ങളുമൊക്കെ അതിൻ്റെ പാരായണത്തിൽ ഉണ്ട് എന്നും ആണ് നമ്മൾ മനസ്സിലാക്കിയത്. അതനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ 2 സൂറത്തുകൾ, അല്ലെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ അടക്കമുള്ള സൂറത്തുകൾ ഓതിയത്. ഇനിയും ഇൻഷാ അള്ളാഹ് 114 സൂറത്തുകളിൽ ബാക്കിയുള്ളതൊക്കെ വരാനിരിക്കുകയാണ്. തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ പലതും പേര് പറയാതെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് നമ്മൾ അഹ്കാമു തജ്വീദിൻ്റെ നിയമങ്ങൾ, മഖാരിജുൽ ഹുറൂഫ്, സിഫാത്തുൽ ഹുറൂഫ്, അതൊക്കെ മെല്ലെ മെല്ലെ നമ്മൾ പഠിക്കുന്നുണ്ടിപ്പോൾ. അത് ഒരു കിതാബ് വെച്ച്, അതായത് തദ്രീബ് എന്ന പേരിൽ തന്നെ ഒരു കിതാബുണ്ട്. നമ്മുടെ ഈ കോഴ്സിന് വേണ്ടി പ്രത്യേകമായി തയ്യാർ ചെയ്തതാണ്. കോമണായി തജ്വീദ് പഠിക്കാൻ എപ്പോഴും ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കിതാബാണ്. അത് വെച്ചുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് ഇൻഷാ അള്ളാഹ് കൃത്യമായി നടക്കുക. ആ കിതാബിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ അല്പാൽപ്പം നിയമങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കിതാബിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് അല്പം കഴിഞ്ഞാൽ കിതാബ് പഠിക്കാൻ വളരെ സിമ്പിളായിരിക്കും. ഏതായിരുന്നാലും തജ്വീദ് വേണം, നിർബന്ധമാണ് ഖിറാഅത്തിന് എന്ന് നമ്മൾ മനസ്സിലാക്കി. അക്ഷരങ്ങൾ ശ്രദ്ധിക്കണമെന്നും, അതായത് അക്ഷരത്തിൻ്റെ മഖ്റജും സിഫത്തും, അതുപോലെ ധാരാളം നിയമങ്ങളുണ്ട് എന്നുമൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അള്ളാഹ് നമുക്ക് സൂറത്തു ആലി ഇംറാനിൻ്റെ അവസാന ഭാഗം നമുക്ക് ഇന്ന് ഓതാം. വളരെ പ്രധാനപ്പെട്ട ധാരാളം വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ്, ശ്രദ്ധിക്കാനുള്ളതാണ്. അതൊക്കെ നമുക്ക് ലളിതമായി പറഞ്ഞുകൊണ്ട് തന്നെ ഓതാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ഈ തദ്രീബിലൂടെ ഒരുപാട് ആളുകളാണ് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ പഠനം നടത്തുന്നത്, ഒരുപാട് ആയിരക്കണക്കിന്. അൽഹംദുലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരിൽ നിന്നും കബൂലാക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ നോമ്പിന് എല്ലാ ദിവസവും ക്ലാസ് ആയതുകൊണ്ട് അത് കേട്ട് ഓതി വരുന്നേയുള്ളൂ പലരും. ഇപ്പോൾ ആഴ്ചയിലേക്ക് മാറി എല്ലാവരും ഈ ക്ലാസ് മുതൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സോടുകൂടി കൃത്യമായി പെൻഡിങ് ആവാത്ത വിധം തന്നെ ക്ലാസ്സുകൾ കേൾക്കണം. വെള്ളിയാഴ്ച തന്നെ ക്ലാസ്സുകൾ കേൾക്കണമെന്നില്ല. നിങ്ങളുടെ സൗകര്യം പോലെ സ്വസ്ഥമായിരുന്ന് കേൾക്കാൻ ശനിയാഴ്ചയാണോ സാധ്യമാവുക, എന്നാൽ ശനി അല്ലെങ്കിൽ ഞായർ, ഇങ്ങനെ സൗകര്യമുള്ള നല്ല പറ്റിയ ഒരു സമയത്ത് ക്ലാസ് കേട്ട് ക്ലാസ്സുകൾ പെൻഡിങ് ആവാത്ത വിധം നിങ്ങൾ
അത് ഉപയോഗപ്പെടുത്തണം, ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷയങ്ങളും വളരെ ഭംഗിയായി മനോഹരമായി ചെയ്യാനും പൂർത്തിയാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. നമുക്ക് സൂറത്തു ആലി ഇംറാനിൻ്റെ 181-ാമത്തെ ആയത്ത് മുതലാണ് ഓതാനുള്ളത്. അങ്ങോട്ട് വരാം. ഓക്കെ, തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لقد سمع الله قول الذين قالوا إن الله فقير ونحن أغنياء سنكتب ما قالوا وقتلهم الأنبياء بغير حق ونقول ذوقوا عذاب الحريق ذلك بما قدمت أيديكم وأن الله ليس بظلام للعبيد الذين قالوا إن الله عهد إلينا ألا نؤمن لرسول حتى يأتينا بقربان تأكله النار قل قد جاءكم رسل من قبلي بالبينات وبالذي قلتم فلم قتلتموهم إن كنتم صادقين فإن كذبوك فقد كذب رسل من قبلك جاءوا بالبينات والزبر والكتاب المنير كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. Okay. لقد سمع الله قول الذين قالوا إن الله فقير ونحن أغنياء. തുടങ്ങിയത് നോക്കി, ലഖദ് സമിഅ അല്ലാഹു അല്ലേ, ലഖദ് സമിഅ അല്ലാഹു. അവിടെ നമുക്കറിയാം, മിക്കവാറും ആളുകൾക്കൊക്കെ അറിയാം, എന്നാലും ചില ആളുകൾക്ക് ഇപ്പോഴും സംശയമുണ്ട്. ലഖദ് സമിഅ അല്ലാഹു എന്ന് എഴുതിയെടുത്ത് ലാമിന് ശദ് കാണുന്നുണ്ടല്ലോ, ഇല്ലേ? കാണുന്നില്ലേ? ലഖദ് എന്നിട്ട് എന്താണ് ആ ശദ്ദുള്ള ലാമ് അങ്ങനെ വായിക്കാത്തത്? ലഖദ് ലഖദ് സമിഅ അല്ലാഹു എന്ന് അല്ലേ? ശദ്ദുള്ളത് എന്ന് പറഞ്ഞാൽ 2 എണ്ണം എന്നാണല്ലോ നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ട്. റബ്ബി, റബ്ബി. അപ്പോൾ ല പോരാ, ല വേണം. എന്നിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഓതാത്തത്? എന്തിനാണ് ഇവിടെ ശദ്ദ്? സ്ക്രീനിലേക്ക് നോക്കി. തൊട്ട് മുമ്പുള്ള ആയത്തിൽ വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അങ്ങനെയാണ് നമ്മൾ നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്ന് തുടങ്ങിയത് ലഖദ് സമിഅ അല്ലാഹു. അപ്പോൾ മുമ്പുള്ള ആയത്തിൽ ഒരാൾ നിർത്താതെ ഈ ആയത്തുമായി ചേർത്തി ഓതുകയാണെങ്കിൽ അവിടെ വരുന്ന നിയമത്തിൻ്റെ പേര് ഇദ്ഗാമും ബിലാ ഗുന്നഹ് എന്നാണ് കേട്ടോ. അതെന്താണ്, എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കും. പേര് പഠിക്കുന്നതിന് മുമ്പ് ഖബീറുൻ എന്ന റാഇൻ്റെ തൻവീൻ ലൊമ്പ് കണ്ടില്ലേ? കണ്ടു. അപ്പോൾ ചേർത്തി ഓതുകയാണെങ്കിൽ
ഖബീറുൽ ലഖദ് സമിഅ അല്ലാഹു ചേർത്തി ഓതുകയാണെങ്കിൽ ലാമിന് ശബ്ദോടുകൂടി മണിക്കാതെ. ഇദ്ഗാമുൻ ബിലാ ഗുന്നഹ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം ചേർത്തി ഓതുമ്പോൾ ലാമിന് ശബ്ദുണ്ടാവും എന്ന് മനസ്സിലാക്കാനാണ് അവിടെ ശബ്ദ് എഴുതിയത്. അല്ലാതെ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുമ്പോഴേ എന്തില്ല, ശബ്ദോടുകൂടി വായിക്കൂല, ഓതൂല. ലഖദ് സമിഅ അല്ലാഹു. ഇത് ലാമിന് മാത്രമല്ല, പല ആയത്തുകളുടെയും തുടക്കത്തിൽ ഉണ്ടാവും. ഇനി അവിടെയൊന്നും നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഇത് കേട്ടില്ലേ, എല്ലാവരും കേട്ടില്ലേ? ലഖദ് സമിഅ അല്ലാഹു ഖൗലല്ലദീന ഖാലൂ. ഓക്കെ, ഇന്നല്ലാഹ ഫഖീറുൻ വനഹ്നു അഗ്നിയാ. ഓക്കെ, വഖഫ് ലാസിമിൻ്റെ മീമുണ്ട് അവിടെ അല്ലേ? ഉണ്ട്. ചില പ്രിൻറ്റിൽ ഉണ്ടാവില്ല, എന്നാലും അവിടെ നിർത്തണം, അതാണ് നല്ലത്. ഏറ്റവും ശക്തമായ സുന്നത്തുള്ള സ്ഥലമാണ് വഖഫ് ലാസിം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്തുക എന്നുള്ളത്. സനക്തുബു മാ ഖാലൂ വഖത്ലഹുമുൽ അംബിയാഅ ബിഗൈരി ഹഖ്. വഖത്ലഹുമുൽ അംബിയാഅ വനഖൂലു ദൂഖൂ അദാബൽ ഹരീഖ്. വനഖൂലു ദൂഖൂ അദാബൽ ഹരീഖ്. ഹരീഖ് നിർത്തിയത് ഖാഫിലാണ് അല്ലേ? ഖാഫിലാണ്. അപ്പോൾ ഖാഫ് എന്നത് ഖുതുബജദ് ഖൽഖലത്തിൻ്റെ ഹർഫാണ്. അപ്പോൾ ഹരീഖ് ഖോ വേണം, അല്ലാതെ ഹരീഖ് പോരാ. ذلك بما قدمت أيديكم. അതാണ് നമ്മൾ പറഞ്ഞത്. നിയമങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, ഒരുപാട് നിയമങ്ങൾ. പിന്നെ അത് കൃത്യമായി വരച്ച് നോട്ട്ബുക്കിലേക്ക് എഴുതി കിതാബ് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടൊരു ക്ലാസ് ഉണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ ഇത് പഠിച്ചാൽ അപ്പോൾ നമുക്ക് കിതാബ് കയ്യിൽ കിട്ടുമ്പോൾ കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആകും. അതിനാണ് നിയമങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ذلك بما قدمت أيديكم وأن الله ليس بظلام للعبيد. بظلام للعبيد അവിടെ ഓക്കെ. ബിളല്ലാമില്ലി മില്ലി മില്ലി എന്നാ പറയാ, മില്ലിൽ അബീദ്. അല്ലാതെ മിൻ എന്ന ആ തൻവീനിൻ്റെ ഒരു മണം പോലും ഉണ്ടാവാൻ പാടില്ല. ബിളല്ലാമിൻ ലിൽ, മിൻ ലിൽ ഇല്ല. ബിളല്ലാമിൻ ലിൽ, മില്ലി മില്ലി, മില്ലിമീറ്റർ എന്നൊക്കെ പറയാം നമ്മൾ. മില്ലി ലിറ്റർ, മില്ലിമീറ്റർ. അതേപോലെ തന്നെ ബിളല്ലാമിൻ ലിൽ അബീദ് കേട്ടോ. മില്ലി 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 എന്ന് പറയാം, മിൻലി മിൻലി എന്നല്ല. ഇദ്ഗാമുൻ ബിലാ ഗുന്നഹ എന്നാണ് ഇവിടെയുള്ള നിയമത്തിൻ്റെ പേര്. നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. الذين قالوا إن الله عهد إلينا ألا نؤمن لرسول حتى يأتينا بقربان تأكله النار. Okay, إن الله عهد عين അടുത്തടുത്ത് വന്നു ശ്രദ്ധിക്കണം. إن الله عهد إلينا حتى يأتينا بقربان تأكله النار. قل قل قد جاءكم رسل من قبلي بالبينات وبالذي قلتم فلم قتلتموهم إن كنتم صادقين فإن كذبوك فقد كذب رسل من قبلك. Okay, فإن كذبوك فقد كذب رسل من قبلك جاءوا بالبينات والزبر والكتاب المنير. ഇനി അടുത്ത് നോക്കിയേ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാവരും മരിക്കും, എല്ലാ ശരീരവും മരണത്തെ രുചി നോക്കും എന്ന് പറഞ്ഞാൽ എല്ലാം മരിക്കും, എല്ലാം നശിക്കും, അല്ലാഹു ഒഴികെ. وإنما توفون أجوركم يوم القيامة
ഇവിടെ നിന്ന് നമ്മൾ ചെയ്തതിൻ്റെ മുഴുവൻ പ്രതിഫലവും അത് നല്ലതാണെങ്കിൽ നല്ല രൂപത്തിൽ, ചീത്തയാണെങ്കിൽ ആ രൂപത്തിൽ എവിടെ നിന്ന് കിട്ടും? അന്ത്യനാളിൽ കിട്ടും, ലഭിക്കും. فمن زحزح عن النار وأدخل الجنة فقد فاز. ഒരാളെ നരകത്തിൽ വീഴാതെ സ്വർഗത്തിലെങ്ങാനും എത്തിയോ രക്ഷപ്പെട്ടു. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഇവിടെയുള്ള ഈ നശ്വരമായ ദുനിയാവിലെ ജീവിതമുണ്ടല്ലോ, അത് വല്ലാതെ മനുഷ്യനെ പെടുത്തുന്ന സംഭവമാണ് കേട്ടാ. പെട്ടുപോകും പലരും. അതിൽ പെടാതെ രക്ഷപ്പെടണം. ആഖിറത്തിലേക്കുള്ള മുതൽക്കൂട്ടായി ഇവിടെ ഉപയോഗപ്പെടുത്തി അവിടെ സ്വർഗത്തിലെത്താനുള്ളത് ഇവിടെ നിന്ന് സമ്പാദിക്കണം. അല്ലാതെ ദുനിയാവിലെ ആഗ്രഹങ്ങളോടും നഫ്സിൻ്റെ ഇച്ഛകളോടും വിധേയപ്പെട്ടിങ്ങനെ വർത്തിച്ചാൽ പണി പാളും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ. ഓതുമ്പോൾ നോക്കി, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ദാഇഖത്തുൽ മൗത്ത്, മദ് ദാഇഖത്തുൽ മൗത്ത്. وإنما توفون أجوركم يوم القيامة وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز. فمن زحزح كلمة ശരിക്ക് ശ്രദ്ധിക്കണം. എല്ലാവരും അതൊന്ന് ഓതി നോക്കിയേ. ഫമൻ സുഹ്സിഹ അനിന്നാരി, സുഹ്സിഹ അനിന്നാരി. എങ്ങനെ? ഫമൻ സുഹ്സിഹ അനിന്നാരി. നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണെന്ന് മനസ്സിലായല്ലോ. സുഹ്സിഹ അനിന്നാരി. എന്താ സംഭവിക്കുക? സുഹ്സിഹ എന്ന ആ രണ്ട് ഹാകളുണ്ടല്ലോ, അത് ഹ ആവും. എന്നിട്ട് സുഹ്സിഹ എന്നാവും, സുഹ്സിഹ. അതുപോലെ അനിന്നാരി എന്ന ഐനുണ്ടല്ലോ, അത് പോയിട്ട് അനിയാകും, അനിന്നാരി. ശരിക്കും ശ്രദ്ധിക്കണം. ഐൻ പോകാൻ പാടില്ല, ഹ പോകാൻ പാടില്ല, സ തന്നെ ആവണം. ഇനി ഇതൊന്ന് കേട്ടോക്കിയേ. സുഹ്സിഹയിൽ ഒന്നൽപ്പം ശ്രദ്ധിച്ചില്ലേൽ അത് സുഹ്സിഹയാവും. ഉടനെ വരുന്ന അനിന്നാരി, ഐൻ പോയി അനിന്നാർ എന്നാവും. സുഹ്സിഹ അനിന്നാരി. ഇതിങ്ങനെ ഓതു നന്നായി. സായും ഹയും ഐനും നന്നായാല ഓത്തും ക്ലിയറായി. ഓക്കെ, ശ്രദ്ധിക്കണം. പിന്നെയോ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. അവിടെ ഗുറൂറിൻ്റെ ഗൈനാണ്. ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وإن تصبروا وتتقوا فإن ذلك من عزم الأمور. آية okay. لتبلون في أموالكم وأنفسكم. لتبلون മുതഅല്ലിമീങ്ങൾക്ക് ദർസിലൊക്കെ പഠിക്കുന്ന സഞ്ചാൻ എന്നൊരു കിതാബുണ്ട്. ആ കിതാബൊക്കെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് വേഗം മനസ്സിലാവും. ലതുബ്ലവുന്ന, ഇമ്മ തറയിന്ന, അതൊക്കെ ഖുർആനിൽ വന്ന പദങ്ങളാണ്. ലതുബ്ലവുന്ന അതിൻ്റെ അസ്ലൊക്കെ പഠിച്ചിട്ടുണ്ടാവും മുതഅല്ലിമീങ്ങൾ. മാഷാ അല്ലാഹ്, നന്നായി പഠിക്കണം. നഹ്വു പഠിക്കണം, സർഫ് പഠിക്കണം, മന്തിഖ് പഠിക്കണം, എല്ലാം പഠിക്കണം. ഫിഖ്ഹ് പഠിക്കണം, ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം, ഒന്നും പറയേണ്ടതില്ലല്ലോ. എല്ലാ ഫന്നും
വളരെ ക്ലിയറായി പഠിക്കണം, നല്ല ഇൽമുള്ളവരാവണം. നമ്മുടെ മുത്തഅല്ലിമീങ്ങൾക്കൊക്കെ നമ്മുടെ തദ്രീബിൽ ഒരുപാട് മുത്തഅല്ലിമീങ്ങളുണ്ട്. അല്ലാഹുവേ നാഫിയായ ഇൽമ അവർക്ക് ഒരുപാട് ഏറ്റി നൽകണേ അല്ലാഹ്. അവർക്ക് ഇൽമ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാർക്ക് അല്ലാഹുവേ ഒരുപാട് തറക്കയും ഒരുപാട് തൗഫീഖും നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ഉഖ്റവിയായ ആലിമീങ്ങളിലും മുതഅല്ലിമീങ്ങളിലും അവരെയും ഞങ്ങളെയും ഒക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഓക്കേ, ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറാ വഇൻ തസ്ബിറൂ വതത്തഖൂ فإن ذلك من عزم الأمور. فإن ذلك وتتقوا تايم إني باكي. وإذ أخذ الله ميثاق الذين أوتوا الكتاب لتبيننه للناس ولا تكتمونه فنبذوه وراء ظهورهم واشتروا به ثمنا قليلا فبئس ما يشترون. لا تحسبن الذين يفرحون بما أتوا ويحبون أن يحمدوا بما لم يفعلوا فلا تحسبنهم بمفازة من العذاب ولهم عذاب أليم. ولله ملك السماوات والأرض والله على كل شيء قدير. Okay. وإذ أخذ الله ميثاق الذين أوتوا الكتاب لتبيننه للناس لتبيننه ولا تكتمونه فنبذوه وراء ظهورهم واشتروا به ثمنا قليلا فبئس ما يشترون. لا تحسبن الذين يفرحون بما أتوا ويحبون أن يحمدوا. ഓക്കെ, ബിമാ അതൗവ യുഹിബ്ബൂന, ബിമാ അതൗവ യുഹിബ്ബൂന എന്താവരുത്? ആതൗവയാവരുത്. അതേപോലെ അതൗവ മണിക്കും വേണ്ട. അതൗവ അൻ യുഹ്മദു ബിമാ ലം യഫ്അലു فلا تحسبنهم بمفازة من العذاب ولهم عذاب أليم. അദാബിൻ്റെ പിറകെ അലീമാണുള്ളത്. വലില്ലാഹി മുൽക്കു സ്സമാവാതി വൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ബാക്കി إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار.
ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ആയത്തുകളാണിത്, വളരെ പ്രധാനപ്പെട്ടത്. ഈ ആയത്തുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യത്യസ്ത സന്ദർഭങ്ങൾ നമ്മോട് ഓതാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്, രാവിലെയും വൈകുന്നേരവും ഒക്കെ. ഒരുപാട് മഹത്വങ്ങളുണ്ട് ഇതിന്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ദുആകൾ ധാരാളമുള്ള ആയത്തുകളും ആണിത്. നമ്മളൊക്കെ പലപ്പോഴും ദുആ ചെയ്യുന്ന ദുആ ഒരുപാട് നമ്മുടെ ദുനിയാവും ആഖിറവും മൊത്തം ഉണ്ട് ഈ ദുആ. വിശുദ്ധ ഖുർആനിൽ വന്ന ദുആകൾ ധാരാളം ഉണ്ടല്ലോ. ഈ ദുആ ഒക്കെ നമ്മൾ കാണാതെ പഠിക്കണം. ഈ ആയത്തുകളും നമ്മൾ ഹിഫ്ളാക്കണം. എന്നിട്ട് രാത്രിയൊക്കെ പ്രത്യേകിച്ചും ഈ ആയത്തുകൾ ഓതണം, രാവിലെയൊക്കെ. നോക്കിയേ എങ്ങനെ ഓതണം, അതാണ് നമ്മുടെ വിഷയം. നോക്കിയേ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ഉലിൽ അൽബാബ് ഊലിൽ ഉണ്ടോ? ഇല്ല. الذين يذكرون الله قياما وقعودا وعلى جنوبهم الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. നമ്മളെ ഈ ദുആകൾ പഠിക്കണം. ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته. ഇങ്ങനെയുള്ള ഈ വന്ന ദുആകൾ ഹിഫ്ളാക്കണം നമ്മൾ. എന്നിട്ട് നമ്മൾ നിസ്കാരത്തിന് ശേഷവും അല്ലാത്തപ്പോഴൊക്കെ ഈ ദുആ ചെയ്യണം, മറന്നു പോരുതേ. ബാക്കി فاستجاب لهم ربهم أني لا أضيع عمل عامل منكم من ذكر أو أنثى بعضكم من بعض فالذين هاجروا وأخرجوا من ديارهم وأوذوا في سبيلي وقاتلوا لأكفرن عنهم سيئاتهم ولأدخلنهم جنات تجري من تحتها الأنهار ثوابا من عند الله والله عنده حسن الثواب لا يغرنك تقلب الذين كفروا في البلاد متاع قليل ثم مأواهم جهنم
وبئس المهاد لكن الذين اتقوا ربهم لهم جنات تجري من تحتها الأنهار خالدين فيها نزلا من عند الله وما عند الله خير للأبرار. Okay. فاستجاب لهم ربهم أني لا أضيع عمل عامل منكم من ذكر أو أنثى. ഓക്കെ, ഇവിടെ ലാ ഉളീഉ അമല ആമിലിൻ 3 ഐനുകൾ അല്ലേ, അതിൽ 2 ഐനൊക്കെ അടുത്തടുത്ത്. ലാ ഉളീഉ അമല 2 ഐനുകൾ അടുത്തടുത്തു വന്നത് അതിലൽപ്പമല്ല, നല്ല ശ്രദ്ധയാണ് വേണ്ടത്. എവിടെ പഠിച്ചിട്ടുണ്ട്? ആയത്തുൽ കുർസിയിൽ പഠിച്ചിട്ടുണ്ട്. ബഅ്ദുകും മിൻ ബഅ്ദ് فالذين هاجروا وأخرجوا من ديارهم وأوذوا في سبيلي وقاتلوا وقتلوا لأكفرن عنهم سيئاتهم ولأدخلنهم جنات تجري من تحتها الأنهار ثوابا من عند الله والله عنده حسن الثواب. പിന്നെ لا يغرنك تقلب الذين كفروا في البلاد متاع قليل ثم مأواهم جهنم وبئس المهاد لكن الذين اتقوا ربهم لهم جنات تجري. ഇവിടെ لكن الذين اتقوا لهم جنات تجري من تحتها الأنهار خالدين فيها نزلا من عند الله. ധാരാളം സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അവിടുത്തെ ഇഖ്ഫാഉകളും കാര്യങ്ങളും ശ്രദ്ധിക്കാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. وما عند الله خير للأبرار وإن من أهل الكتاب لمن يؤمن بالله وما أنزل إليكم وما أنزل إليهم خاشعين لله لا يشترون بآيات الله ثمنا قليلا أولئك لهم أجرهم عند ربهم إن الله سريع الحساب. اللهم يسر حسابنا. يا أيها الذين آمنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون. صدق الله العظيم. Okay. وإن من أهل الكتاب لمن يؤمن بالله وما أنزل إليهم خاشعين لله لا يشترون بآيات الله ثمنا قليلا أولئك لهم أجرهم عند ربهم إن الله سريع الحساب. يا أيها الذين آمنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون. صدق الله العظيم. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, പഠിച്ചവനെ കബൂലാക്കണേ അല്ലാഹ്. പരിശുദ്ധ ഖുർആനിൻ്റെ ഈ തദ്രീബ് എന്ന മഹത്തായ ഈ കൂട്ടായ്മയെ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരും ചെറിയ മക്കളും മുതഅല്ലിമീങ്ങളും എല്ലാവരും ഉള്ള പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളുടെ ഈ കൂട്ടായ്മ അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാവരുടെയും ദോഷം പൊറുക്കാൻ കാരണമാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് നന്നാക്കാൻ കാരണമാവണേ അല്ലാഹ്. പഠിച്ചവനെ ഞങ്ങളെല്ലാ ഖൈറായ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. അതിനുള്ള നിമിത്തമായി ഈ മഹത്തായ സംരംഭത്തെ നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ ഷർറുകളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. സാഹിരീങ്ങളെ സെഹറിനെ തൊട്ട്, ഹാസിദീങ്ങളെ ഹസദിനെ തൊട്ട്, അഴീനീങ്ങളെ അയിനിനെ തൊട്ട് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹുവേ ബുദ്ധിമുട്ടുകളിൽ നിന്നും
പടച്ചവനെ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഒരുപാട് പേർ രോഗികളാണ്. അള്ളാഹുവെ അവർക്കെല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് തദ്രീബ് ഈ ക്ലാസ്സിലൂടെ ദുആ കൊണ്ട് ഏൽപ്പിച്ച ഒരുപാട് പേരുണ്ട്. അള്ളാഹുവെ നിനക്കറിയാമല്ലോ അവരുടെ പ്രശ്നങ്ങളും പരാതികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറ്റി നീ റാഹത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. സാമ്പത്തികമായി വലിയ ബാധ്യതകളുള്ളവരുണ്ട്. അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ സാമ്പത്തിക ബാധ്യതകളെയും വളരെ പെട്ടെന്ന് തന്നെ വീട്ടി ഞങ്ങൾക്കെല്ലാവർക്കും നീ ഐശ്വര്യവും റാഹത്തും റഹ്മത്തും നീ നിറക്കണേ അല്ലാഹ്. പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് പേരുണ്ട്. ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. അള്ളാഹുവെ ഞങ്ങൾക്കെല്ലാവർക്കും എല്ലാ സമയത്തും നീ തുണയാകണേ അല്ലാഹ്. ദുനിയാവിലോ ആഖിറത്തിലോ നീ ഞങ്ങളെ വഷളാക്കല്ലേ അല്ലാഹ്. ഇസ്സത്ത് ഏറ്റി തരണം അല്ലാഹ്. ഹിമ്മത്ത് നൽകണേ അല്ലാഹുവേ ഞങ്ങളെല്ലാ വിഷയങ്ങൾക്കും നീ പരിഹാരം കാണിച്ചു തരണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط